ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന 5 ലെയർ ഫ്രിൽ ഫ്രോക്ക് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഉൾപ്പെടുത്തിയ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾ ഫുള്ളായി വീഡിയോ കാണും, എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ 4 തുണി മടക്കിയിട്ട് അതിൻ്റെ അളവുകൾ അടയാളപ്പെടുത്തിയിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നാലും ഒന്നും കൂടി പറഞ്ഞു തരാം. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാൻ 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 4 മടക്കിയിട്ടുണ്ട്. അതിൻ്റെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് ലെങ്ത്ത് 12 എടുത്തിരിക്കുന്നത്. 6 ഇഞ്ചാണ് അളവെടുത്തിരിക്കുന്നത്. അകലം ചെസ്റ്റ് അകലമാണ് 6 ഇഞ്ച് അകലത്തിന് 2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. പിന്നെ നെക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഷോൾഡർ 3 ഇഞ്ച്, ആം ഹോളിൻ്റെ അളവ് 4 ഇഞ്ച്, നെക്കിൻ്റെ വിഡ്ത്ത് അകലം താഴേക്കുള്ളത് 4 ഇഞ്ച്. ഇങ്ങനെയാണ് അളവുപ്പെടുത്തിയത് കേട്ടോ. ബാക്ക് ഞാൻ സിബ് വയ്ക്കുന്നതുകൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും അളവുകളാണ് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ആവശ്യമുള്ള അളവുകൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്ലീവിനുള്ളത് ഫുൾ കൈ ആണ് എടുത്തിരിക്കുന്നത്. ആ സ്ലീവിൻ്റെ അളവ് 19 ഇഞ്ചാണ്. ആ അളവ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ അടിവശം അംബ്രല്ല കട്ടിങ്ങാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അംബ്രല്ല കട്ടിങ് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നുണ്ട്. ഞാനത് കട്ടിങ് ചെയ്ത് നിലത്ത് വെച്ചിട്ട് ചെയ്തത്. അത് കാരണമാണ് ഞാനത് എടുക്കാനുള്ള സൗകര്യക്കുറവ് കൊണ്ടാണ് അങ്ങനെ കാണിച്ചു. ഞാൻ അതൊന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ വീതിയുള്ള തുണിയാണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ലൈനിങ് നമ്മളിങ്ങനെ 2 മടക്കുക. 2 മടക്കിയതിന് ശേഷം നമ്മളതിനെ ക്രോസായിട്ട് പിടിക്കുക. കണ്ടോ, ഇങ്ങനെയാണ് അംബ്രല്ല കട്ടിങ് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ സ്കേർട്ടായാലും അംബ്രല്ല കട്ടിങ്ങുള്ള സ്കേർട്ടുകൾ തയ്ക്കുക വെച്ചാലൊക്കെ ചുരി പാൻറ്റ് തയ്ക്കാനൊക്കെ നമ്മൾ ഇങ്ങനെയാണ് അംബ്രല്ല ക്രോസായിട്ട് വെട്ടുക കേട്ടോ. അതിൻ്റെ മുകൾ വശം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ അരവണ്ണം വേസ്റ്റ് വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ 4-1 വശം. ഇത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായി കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ അവിടെ ആ കട്ടിങ് ഇത് കാണിച്ചു തന്നില്ലല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇതിങ്ങനെ ഒന്ന് ചെറുതായി ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് എത്രയാണോ ലെങ്ത്ത് എടുക്കുന്നത് വെച്ചാൽ ആ ലെങ്ത്ത് തന്നെ നമ്മൾ ആ അടിവശം മൊത്തം എടുക്കണം കേട്ടോ. മുകളിലേക്കും കയറി ഇറങ്ങി കിടക്കരുത്. അത് നിങ്ങൾക്ക് ഒന്നുകൂടിയും അതിൻ്റെ അളവ് ഒന്നുകൂടിയും കാണിച്ചു തരാം. ആ ഓരോ അളവും അങ്ങനെ മുകളിൽ നിന്ന് പിടിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് 35 ഇഞ്ച് ലെങ്ത്തുള്ള അളവ്. അപ്പോൾ ആ 35 തന്നെ ആ അളവിൽ നമ്മൾ പോയിൻ്റ് വരട്ടിട്ട് പോവുക. എന്നിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ ഒരു മുകളിലെ പീസ് ചിലപ്പോൾ ആ ഒരു താഴത്തെ പീസിൻ്റെ അത്ര വലുപ്പം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമുക്കൊരു ഒരു പീസ് അവിടെ അടിച്ച് ചേർക്കണം. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായി കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ അതൊന്നും കൂടി മനസ്സിലാവാനാണ് നിങ്ങൾക്ക് ഒന്നും കൂടി ഇങ്ങനെ കാണിച്ചു തരുന്നു കേട്ടോ. ആ അംബ്രല്ല കട്ടിങ് എങ്ങനെയാണ് കട്ട് ചെയ്തത് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു പീസ് ഉണ്ടാവില്ല, ആ ഒരു പീസ് നമുക്ക് അവിടെ കണ്ടില്ലേ ഇറക്കം കുറവുള്ള ഭാഗത്തേക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ ആ അടിവശം എല്ലായിടും ഒരേ മാതിരി ആയിട്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ അംബ്രല്ല കട്ടിങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കൂ. ഇനി സ്ലീവിൻ്റെ കട്ടിങ്ങാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിന് സ്ലീവിന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 19 ഇറക്കമുള്ള നെറ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 19 ഇഞ്ചാണ് ഇറക്കം വന്നിരിക്കുന്നത്. നെറ്റിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന തുണിയാണ് അത്. ആ നെറ്റ് സാറ്റേൺ തുണിയാണുള്ളത്. അത് നെറ്റിൻ്റെ ആ ഒരു കണ്ടോ, പ്ലെയിൻ നെറ്റും ഡിസൈൻ നെറ്റും കണ്ടോ. അപ്പോൾ ആ പ്ലെയിൻ നെറ്റിൽ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് എലാസ്റ്റിക്കാണ് വെക്കുന്നത്. ആ ഡിസൈൻ നെറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് എലാസ്റ്റിക് ലൈനിങ് പിടിപ്പിക്കുന്നത് കേട്ടോ. ആ സാറ്റേൺ തുണിയുടെ അതിൻ്റെ ബാക്കി ഞാൻ ഒന്നും കൂടി അതിൻ്റെ എലാസ്റ്റിക് പിടിപ്പിക്കുന്നത് നിങ്ങൾക്ക് പിന്നീട് ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. കൈ പിടിപ്പിക്കുമ്പോൾ സ്ലീവ് പിടിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ഇനി അതിൻ്റെ വെട്ടി വെച്ചതിൻ്റെ അതിലൊക്കെ നമ്മൾ ആ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന തുണിയൊക്കെ നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സാറ്റൻ തുണിയിൽ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഒന്നും ചെയ്യാനുള്ള നമ്മൾ കട്ട് ചെയ്തത് അങ്ങനെ ആ നെറ്റിൽ വെച്ചിട്ട് അങ്ങോട്ട് 4 പുറം അടിച്ച് ചേർക്കേ വേണ്ടുള്ളൂ. വേറൊന്നും നമ്മൾ മറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി പുറകത്തെ ഭാഗമാണ്. പുറകത്തെ ഭാഗം ഞാൻ ഇൻവെസിബിൾ സിബ് വെച്ചിട്ട് ഒന്ന് തയ്ക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നമ്മൾ ഇൻവെസിബിൾ സിബ് വയ്ക്കുമ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ടിട്ട് തയ്ക്കാനുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാ സിബ് വയ്ക്കണ മാതിരിയല്ല. ആ ഒരു തയ്യൽ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞ് രണ്ട് സൈഡത്തെയും തയ്യൽ തുമ്പൊക്കെ ഒന്ന് കളയുക കേട്ടോ. നൂലൊക്കെ നീങ്ങുന്നുണ്ടെങ്കിൽ ആ സിബുകൾ നീങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കുറവുകളോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നമുക്കറിയില്ല, നമ്മളിതൊക്കെ ആദ്യമായി ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അത് കാരണം നിങ്ങൾ എന്തായാലും അതിനുള്ള മറുപടികൾ ഇടുക കേട്ടോ, കമൻറ്റ് ചെയ്യുക.
ഇപ്പം നമ്മൾ സിബ് ഉണ്ടോ പിടിപ്പിക്കുന്ന കണ്ടില്ല, ഞാൻ അതിൻ്റെ വൺ സൈഡ് പിന്നെ പ്രഷർ പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഇൻവെസിബിൾ സിബ് വയ്ക്കുമ്പോൾ വൺ സൈഡ് പ്രഷർ പൗഡർ നമുക്ക് വാങ്ങാൻ കിട്ടും കടയിൽ നിന്ന്. അത് വാങ്ങിയിട്ട് നമ്മളത് വയ്ക്കുക. അപ്പോൾ നമുക്കതിന് കറക്റ്റായിട്ട് കണ്ടോ സിബ് അങ്ങനെ ഉള്ളിലേക്കുള്ള ആ ഒരു രീതിയിൽ നമുക്കത് കട്ട് ചെയ്ത് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ടും ബാക്കും കൂടി നമുക്കതിൻ്റെ ഷോൾഡറൊന്ന് യോജിപ്പിക്കാം. ഷോൾഡർ യോജിപ്പിക്കുക കേട്ടോ. ഒരു അര ഇഞ്ചൊക്കെ നമ്മൾ ഷോൾഡർ യോജിപ്പിക്കാനെടുത്താൽ മതി, കൂടുതലൊന്നും വേണ്ട. ഒന്ന് ചെരിച്ച് കൊടുക്കുക. നമ്മൾ ഈ ഹാം ഹോളിൻ്റെ അവിടേക്ക് ഒരു 1/4 ഇഞ്ചൊക്കെ ഒന്ന് ചെരിച്ച് കൊടുക്കുക കേട്ടോ. ചെരിച്ച് കൊടുത്താൽ ഒന്നും കൂടി നന്നായിരിക്കും. ഒരുപാടൊന്നും വേണ്ടത് കുഞ്ഞുങ്ങൾക്കാവുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കണ്ടോ. ഇനി നമുക്ക് അതിനെന്ത് ചെയ്യുക, അതിൻ്റെ ആ കഴുത്തിൽ നമുക്കൊരു പൈപ്പിങ് കൊടുക്കാം. പൈപ്പിങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം, 2 ഇഞ്ച് വീതിയിലുള്ള തുണി ക്രോസ് പീസ് കേട്ടോ. ക്രോസ് പീസ് നമ്മൾ തുല്യമായിട്ട് 2 ഇഞ്ച് വീതിയിൽ ഒരേ അളവിൽ വെട്ടിയെടുക്കുക. ക്രോസ് പീസ് എന്നുള്ളത് നമുക്ക് തുണീനെ അറിയാം, നമ്മൾ തേരുവശമല്ല ചെരിച്ചിട്ടിട്ട് വെട്ടണതാണ് ക്രോസ് പീസ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെട്ടിയിട്ട് അതിനൊക്കെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കഴുത്തിൽ നമുക്ക് ആ ഒരു ഫ്രണ്ടിലേക്കായിട്ട് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലേക്ക് നമുക്കതൊന്നിങ്ങനെ മടങ്ങി ചെയ്യണ രീതിയിൽ ചെയ്യാം കേട്ടോ. കണ്ട അതിൻ്റെ ആ ഒരു തുമ്പൊക്കെ ഒന്ന് ഉള്ളിലേക്ക് പുറത്തേക്ക് മടക്കി അടിക്കുമ്പോൾ അതൊന്നും ഇങ്ങനെ പുറത്തേക്ക് നിൽക്കാത്ത രീതിയിൽ ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനൊന്ന് മടക്കി കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ കേട്ടോ. അവിടെ വേറെ പ്രത്യേകിച്ച് നമുക്കതിലൊന്നും ചെയ്യാനൊന്നുമില്ല. അതിൻ്റെ മുകളിൽ നമുക്ക് വേറൊരു വർക്ക് വരുന്നുണ്ട്, അത് കാരണം അത് അങ്ങനെ വെറുതെ പ്ലെയിനായിട്ടൊന്ന് തയ്ച്ചു കൊടുത്താൽ മതി. തയ്ക്കുമ്പോൾ ആ വക്കൊക്കെ നേരെ ആ വക്ക തന്നെ വരുന്ന രീതിയിൽ തന്നെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഫിനിഷിങ്ങിൽ ചെയ്യാം കേട്ടോ. ഫിനിഷിങ്ങിൽ നമ്മൾ വൃത്തിയായി ചെയ്യുക കേട്ടോ. അടിക്കുന്ന സ്റ്റിച്ചിങ്ങൊക്കെ നമ്മൾ വളയാതെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. കണ്ടോ നമ്മൾ ആ ഒരു കഴുത്ത് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ സ്ലീവാണ് കേട്ടോ. സ്ലീവ് പഫ് കൈയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ പഫ് കൈ എടുക്കുന്നത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ആ പഫ് സ്ലീവ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് ഒന്ന് കട്ട് ചെയ്യണമെന്നുള്ളതൊക്കെ ഒന്ന് ഞാനത് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് പിന്നെയാണ് അത് കാണിച്ചു തന്നില്ല എന്നുള്ളത്. അപ്പം നമുക്ക് ആ 19 ഇഞ്ചിലുള്ള അളവിൽ നമുക്കൊന്നിങ്ങനെ വരഞ്ഞ് വയ്ക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ ഒരു 5 ഇഞ്ച് 4 ഇഞ്ചോ 4.5 ഇഞ്ച് 5 ഇഞ്ചൊക്കെ മതി കേട്ടോ. കുഞ്ഞ് പഫല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് അളവ് ചെയ്യുക. എന്നിട്ട് ഒന്ന് നമ്മൾ വളച്ച് ചെയ്തിട്ട് ഞൊറിയിടുന്നതാണ് ചെയ്യണത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി നമുക്കിതിൻ്റെ അളവ് ആ പഫ് എടുക്കണ ഭാഗം മാത്രം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മൾ എത്രയാണോ അളവ് എന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ വരയ്ക്കുക. അങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ ആ 4 ഇഞ്ച് 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇങ്ങനെ വെട്ടണം കേട്ടോ. നിങ്ങൾ എന്നാലാണ് അറിയുള്ളൂ. ഒന്ന് കുഴിച്ച് വെട്ടണം. എന്നിട്ട് ആ കുഴിച്ചതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളവിടെ പഫ് കൊടുത്താൽ നമുക്ക് കുഞ്ഞി പഫായിട്ടോ. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല അതിൽ. അങ്ങനെയാകുമ്പോൾ ആ പഫ് കണ്ടോ അങ്ങനെയാണ് കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് രണ്ടാമത് ഒന്നും കൂടി കാണിച്ചു തന്നത്. ഇനി അതിൻ്റെ ആ അടിവശത്ത് ആ പ്ലെയിൻ നെറ്റ് കണ്ടോ, പ്ലെയിൻ നെറ്റും വർക്കുള്ള ഭാഗം, ആ വർക്കുള്ള ഭാഗത്ത് ഞാൻ ആ നെറ്റ് പിടിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ 1/2 ഇഞ്ച് അവിടെ നിന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. എന്തിനെന്നറിയോ, ഈ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാൻ പാകത്തിന് നമ്മൾ ആ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ വരുന്ന തുണിയിൽ നമ്മളൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ആ മടക്കി വെച്ചതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എലാസ്റ്റിക് തയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിൽ ആ പുറത്തേക്ക് എലാസ്റ്റിക് ഒന്നും നമുക്കത് കാണില്ല. ആ ഉള്ളിലൂടെ തന്നെ ആ എലാസ്റ്റിക് പോകുമ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങിൽ നിൽക്കും. എന്നിട്ട് നമ്മൾ ആ ഈ കൈയിൻ്റെയൊക്കെ ഈ വളയിടുന്ന ഭാഗമൊക്കെ ഉണ്ടാവില്ല, ആ ഭാഗത്തായിട്ടാണ് നമുക്കതിൻ്റെ എലാസ്റ്റിക് വരുന്നത്. അപ്പം നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് നെറ്റ് മാത്രം പ്ലെയിനായിട്ട് വൃത്തിയായി കിടക്കും. ഇങ്ങനത്തെ നമ്മളിതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇങ്ങനത്തെ ഒരു ജമ്പറിലോ ബ്ലൗസിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ലീവിൻ്റെത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും അതിൽ കറക്റ്റായിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഒന്നും കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ആ ചാനലിൽ കയറിയിട്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എലാസ്റ്റിക് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു സൈഡൊന്ന് അടിച്ചെടുക്കാം. സൈഡ് 2 സൈഡും അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അപ്പോൾ ആ മുകളിലത്തെ ആ ഒരു പീസിൻ്റെ പണികൾ കഴിഞ്ഞു. ഇപ്പോൾ സിബ് വെച്ചു, നമ്മൾ അതിൻ്റെ ലൈനിങ് പിടിപ്പിച്ചു, സ്ലീവ് അതിൽ ചെയ്തു. എന്നിട്ട് പിന്നെ അതിൻ്റെ സൈഡ് അടിക്കുക. ഇത്രയും പണികളാണ്. എന്നിട്ട് ബാക്കി അധികം വരുന്ന തയ്യൽ തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കളയുക കേട്ടോ. എപ്പോഴും നമ്മൾ തയ്യൽ തുമ്പ് ലൂസിന് എടുക്കാനുള്ള രീതിയിൽ ചെയ്യണം. നമ്മളത് ലൂസാക്കിയാലും അതിൽ കുറച്ച് കാലം കൂടി യൂസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ തയ്യൽ തുമ്പ് ചേർത്തിട്ടാണ് വെട്ടിക്കളയാവും കേട്ടോ. പിന്നെ നമ്മൾ ആ അടിയിലുള്ള സ്കേർട്ടില്ലേ, ഫ്രോക്കിൻ്റെ അടിവശം എന്ന് പറയുന്നത്, അതിൽ ഞാൻ പറഞ്ഞില്ലേ
ഒരു പീസ് അവിടെ അടിച്ച് ചേർക്കാനുള്ളത് അതൊക്കെ അടിച്ച് ചേർത്തിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ 2 സൈഡും കൂട്ടിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ 4 വശം കൂട്ടിയിട്ടാണ് നമ്മളതിൻ്റെ ആ ഒരു ഫ്രോക്കിൻ്റെ മുകൾ വശം ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യണത്. അതിലൊരു നമ്മൾ 5 ലെയർ ഫ്രില്ല് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അളവ് എന്ന് പറയുന്നത് താഴേക്കുള്ളത് 35 ഇഞ്ചാണ് കേട്ടോ. ആ 35 ഇഞ്ച് കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. 1 ഇഞ്ച് അടിവശത്തേക്ക് മടക്കി അടിക്കാനുള്ളതും 1/2 ഇഞ്ച് മുകളിലേക്കുള്ള തയ്യൽ തുമ്പും മൊത്തം 35 ഇഞ്ചാണ്. അപ്പോൾ 35ന് നമ്മൾ 7ആയി ഭാഗിക്കുക. അപ്പോൾ നമ്മൾ 5ആയി ഭാഗിക്കുക. 5ആയിട്ടാണ് കേട്ടോ, 7അല്ല 5ആയിട്ട്. 5ആയി ഭാഗിക്കുമ്പോൾ നമുക്ക് 7 ഇഞ്ചാണ് വരിക. അപ്പോൾ ഓരോ 7 ഇഞ്ച് 35 കണ്ടോ, കറക്റ്റായിട്ട് 7 ഇഞ്ച് പ്രകാരമാണ് 5ആയി ഭാഗിക്കുമ്പോൾ. ആ 5ആയി ഭാഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പ്ലസ് 2.5 ഇഞ്ചും കൂടി നമ്മൾ നെറ്റിൻ്റെ മുറിക്കണം കേട്ടോ. 10 മീറ്റർ നെറ്റാണ് നമ്മളിതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രൈപ്പിൻ്റെ തുണി 4 മീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റേ വർക്കുള്ള നെറ്റ് 1.5 മീറ്റർ. ഇത്രയും തുണികളാണ്. പിന്നെ 2 മീറ്റർ കോട്ടൺ ലൈനിങ് എടുത്തിട്ടുണ്ട്. പിന്നെ നെറ്റിൻ്റെ സ്റ്റിഫ് പൊങ്ങി കിടക്കണില്ല, അതും നമ്മൾ ഒരു 2 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗം ഇതാണ് കേട്ടോ അതിലെടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞു തരേണ്ടതാണ്. എന്നാലും നിങ്ങൾക്ക് ഇപ്പോഴായാലും നിങ്ങൾക്കത് വീഡിയോ നിങ്ങൾ കേട്ടതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനോ കട്ട് ചെയ്യാനോ ഒക്കെ തുടങ്ങുക കേട്ടോ. ഫുള്ളായി നമ്മൾ വീഡിയോ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു തുണീനെ നമ്മളപ്പോൾ 9.5 ഇഞ്ച് വെച്ചിട്ട് ആ നെറ്റിൻ്റെ 5ആയി ഭാഗിച്ചു. ആ 5ആയി ഭാഗിച്ചു കേട്ടോ. 10 മീറ്ററിന് 5ആയിട്ട് നമ്മൾ കട്ട് ചെയ്തു. 9 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ പ്രില്ല് പിടിപ്പിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നേയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ആ പ്രില്ലിടുന്ന വീഡിയോ ഞങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ആ പ്രില്ല് എങ്ങനെ പിടിപ്പിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്യില്ലേ, അപ്പോൾ ലോങ് സ്റ്റിച്ച് 4, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലോങ് സ്റ്റിച്ചിൻ്റെ അളവുകൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൽ 5 ഇഞ്ചിൽ വയ്ക്കുക. ലോങ് സ്റ്റിച്ചായിട്ട് വയ്ക്കുക. എന്നിട്ട് നൂല് നമ്മൾ ടൈറ്റ് ചെയ്യില്ല, ആ ടൈറ്റ് ചെയ്യണ ഭാഗം നന്നായി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രില്ലുകൾ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രില്ലുകൾ വരും കേട്ടോ. കുറേ നേരം അടിക്കാണ്ട് ഈ 10 മീറ്റർ നമ്മൾ ഈ പ്രില്ലാക്കി എടുത്താക്കിയിട്ട് നമ്മൾ ഈ നെറ്റിൻ്റെ അടിയിൽ വയ്ക്കുന്ന തുണിയില്ലേ, ഈ നെറ്റിൻ്റെ അടിയിൽ വയ്ക്കുന്ന തുണിയിൽ നമ്മൾ കറക്റ്റായിട്ട് 7 ഇഞ്ചായിട്ട് നമ്മൾ മാർക്കിംഗ് പെൻസിൽ കൊണ്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലെയിനായിട്ട് മേശർ ബോൾ നിലത്തിട്ടിട്ട് ആ ഒരു 4 പുറം ഈ 7 ഇഞ്ച് പ്രകാരം വരഞ്ഞ് വയ്ക്കണം കേട്ടോ. അതൊക്കെ മറക്കാതെ ചെയ്യണം. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടത്. ആ പോയിൻറ്റുകൾ നമുക്ക് ഈ മിനുസുള്ള തുണിയല്ലേ, അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് നമ്മൾ ടാപ്പ് വെച്ച് ആ 7 ഇഞ്ച് പ്രകാരം തന്നെ അടിച്ചെടുക്കുക കേട്ടോ. എന്നാലാണ് ആ ലെയറൊക്കെ അങ്ങനെ കറക്റ്റായിട്ട് ഫിനിഷിങ് കിടക്കുള്ളൂ. അപ്പോൾ ആ 7 ഇഞ്ച് പ്രകാരം നമ്മൾ 5 വര വരയ്ക്കണം. അതിൻ്റെ ഒരു വശം അല്ല കേട്ടോ, 4 പുറം വരയ്ക്കണം. നമ്മൾ അംബ്രല്ല കട്ട് ചെയ്യണ ആ 4 വശം, ഉൾവശമല്ല, പുറമേ 4 വശം അടിക്കണം. അപ്പോൾ ഇത്രയും വട്ടത്തിൽ വരുന്ന തുണിയാണ്. അപ്പോൾ അതാണ്ടോ ഒരു ലെയർ ഇപ്പം നമ്മൾ പിടിപ്പിച്ചു കണ്ടോ. ആ വരയിലൂടെ തന്നെ ഒരു ലെയർ നമ്മൾ പിടിപ്പിച്ചു. ഇനി അതിൻ്റെ 2 പിടിപ്പിക്കണം, 3 പിടിപ്പിക്കണം. ഇതാണ്ടോ ഫുള്ളും പിടിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ കണ്ടോ ഒരു ലെയർ പിടിപ്പിച്ചതിന് ശേഷം ബാക്കി 2, 3 അതിൻ്റെ ഫുള്ള് കട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാതും പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു പാപ്പയ്ക്കതിന് മേശയിൽ ഒതുങ്ങാത്ത രീതിയിലായി. കാരണം ഈ 10 മീറ്റർ അല്ലേ. അതിന് ശേഷം നമ്മൾ ആ മുകളിലത്തെ ബോഡി പാർട്ടില്ലേ അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പിടിപ്പിക്കാം കേട്ടോ. പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നെറ്റും മാത്രമാണ് നമ്മൾ ചേർത്ത് വയ്ക്കാവുള്ളൂ. ഉള്ളിൽ മറിഞ്ഞ് വരരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ളിലെ നെറ്റാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോഡി പാർട്ടിൻ്റെ നെറ്റ്. അപ്പോൾ രണ്ടും നല്ല വശവും അങ്ങനെ പറഞ്ഞുതരാം. നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ 2ഉം കൂടി ചേർത്തി അടിക്കുക. അപ്പോൾ അത് നമ്മൾ കണ്ടില്ലേ 4 ഓറം ചേർത്തി അടിച്ചു കണ്ടോ. 2 അടി കൊടുക്കുക കേട്ടോ. നമ്മൾ അടിക്കുമ്പോഴൊക്കെ നമ്മൾ മെഷീനിൽ അടിക്കുമ്പോൾ നമ്മൾ റെഡിമെയ്ഡ് പോലെയല്ല, 2 അടിയൊക്കെ കൊടുത്ത് നല്ല ഉറപ്പിൽ കൊടുക്കുക കണ്ടോ. എന്നിട്ട് നമുക്കതിന് വേണമെങ്കിൽ തയ്യൽ തുമ്പൊക്കെ കളഞ്ഞിട്ടൊന്ന് ഓവർലോക്കൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഓവർലോക്ക് ചെയ്യുന്നതിന് പകരം അതിൽ പിന്നെ ലൈനിങ് പിടിപ്പിക്കുന്നുണ്ട്. ലൈനിങ് ഉള്ളിലൊന്ന് കോട്ടൺ ലൈനിങ് കൂടി പിടിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ പിന്നെ കോട്ടൺ ലൈനിങ്ങിൽ പിടിപ്പിക്കാനുള്ള ആ നെറ്റിൻ്റെ കേട്ടോ. നമ്മൾ ഒന്നും കൂടി വൈഡായി കിടക്കാൻ വേണ്ടിയിട്ട്, പ്രില്ല് വൈഡായി കിടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതും കൂടി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണോ വീതി അതിന് 3ആയി ഭാഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ, നീളമല്ല വീതിയെ 3ആയി കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്ര ഇറക്കം, കാരണം മൊത്തം അതിൽ ഇറക്കം വരുന്നത് 37-38 ഇഞ്ചൊക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് ബാക്കി ചെയ്യാം കേട്ടോ.
എന്നിട്ട് പിന്നെ ആ ഒരു കോട്ടൺ ലൈനിങ്ങിൽ അതിനെ പിടിപ്പിക്കുക. കണ്ടോ, ആ കോട്ടൺ ലൈനിങ്ങിൽ നമ്മൾ മുകളിൽ നിന്നൊരു 6 ഇഞ്ച് താഴേക്കൊക്കെ 6 ഇഞ്ചോ 5 ഇഞ്ചൊക്കെ താഴേക്കായിട്ട് പിടിപ്പിക്കുക. അപ്പം നമുക്ക് കറക്റ്റ് ആ ഈ അരവശത്ത് നിന്ന് അങ്ങോട്ട് പൊങ്ങി കിടക്കാനാണ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ ആ നെറ്റിൻ്റെ ഒന്നും കൂടി ഇത്തിരി വീതിയിലൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഞാനതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അത് എല്ലായിടവും നമ്മൾ കറക്റ്റായിട്ട് ഫിനിഷിംഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ശേഷം നമുക്കതിൻ്റെ 2 സൈഡും ഒന്ന് കൂട്ടിയടിക്കാം. അപ്പം നമ്മൾ ആ ലൈനിങ്ങൊക്കെ പിടിപ്പിച്ചു. ഒക്കെ നമ്മൾ അരവശം വേസ്റ്റിൻ്റെ അരവശം റൗണ്ട് ചെയ്തിട്ടാണ് പിടിപ്പിച്ചിരുന്നത്. അത് കാരണമാണ് എല്ലാം നമുക്ക് ചുറ്റളവ് ആ ഒരു ചുറ്റും അടിച്ച് വരുന്നത്. കണ്ടോ, ആ ഒരു ചുറ്റും അടിച്ച് വന്നിട്ട് ചെയ്യാം കേട്ടോ. 2 അടി കൊടുക്കുക, 2 അടി കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പീസിനെ മുകളിലെ പീസിൽ വെച്ച് ചേർക്കാം കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ മുകളിലെ പീസ് എന്ന് പറയുന്നത് നമ്മൾ മുകളിലത്തെ ബോഡി പാർട്ടിൻ്റെ മുകളിലത്തെ വശമല്ലേ, ആ മുകളിലത്തെ വശത്ത് വെച്ചിട്ട് തയ്ക്കുക. അത് ഞങ്ങൾക്ക് തയ്ക്കുന്നത് അതിൻ്റെ അടി ഒന്ന് ലൈനിങ് നമ്മൾ വക്കൊക്കെ ഒന്ന് അടിച്ച് വയ്ക്കുക കേട്ടോ. അതിൻ്റെ ആ ലൈനിങ്ങിൻ്റെയൊക്കെ വക്കടിക്കണം കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ തിരുകിയിട്ടാണ് ഞാനത് ആ ഒരു നെറ്റിൻ്റെ തുണി അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്കതിന് ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്ച്ചില്ല അതുപോലെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് തയ്ക്കുക. അപ്പം നമുക്ക് തയ്ക്കുമ്പോൾ ആ ഉള്ളിലേക്ക് ഇടുമ്പോൾ ശരിക്ക് നമുക്ക് ആ തയ്യൽ തുമ്പൊന്നും കാണില്ല കേട്ടോ. കണ്ടോ, നമ്മൾ ഡ്രസ്സ് റെഡിയായി. എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കൂ. കുറച്ച് നേരം ഉണ്ട് കേട്ടോ, സമയം പിടിക്കും ഇത് അടിക്കാൻ. നമുക്ക് പെട്ടെന്നൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത്രയും മൊത്തം 17 മീറ്ററേറ്റേ വരുന്നുണ്ട് ഇതിൽ. ലൈനിങ്ങും ഉള്ളിലെ നെറ്റും നെറ്റിലെ ഉള്ളിലെ തുണിയും എല്ലാം കൂടി വരുന്നത് അത്രയും 17 മീറ്ററോളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ ഈ ഒരു 5 ലെയർ ഫ്രോക്ക്? നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ഡ്രസ്സ് തയ്ച്ച് നോക്കുക.